വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പൊതു ബജറ്റ് അവതരിപ്പിച്ചു. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. വിശദാംശങ്ങളുമായി ഇപ്പോൾ സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ് സർലിംഗ്, കാർഷിക മേഖല, കേരളത്തിലെ കാർഷിക മേഖല അടക്കം ആശങ്കയോടെ നോക്കിയിരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടോ? എങ്ങനെയാണ് ബജറ്റ് രാജ്യത്തിന് മുമ്പിലേക്ക് എത്തിയത്? അജിംഷാദ്, ആഗോള സാമ്പത്തിക മേഖല വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് താൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടന്നതും. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി 9 മേഖലകൾക്ക് പ്രാമുഖ്യം നൽകുന്നതായിരിക്കും 2016-2017 സാമ്പത്തിക നയങ്ങളെന്നും അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആദായ നികുതി സ്ലാബുകളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ ചില ഇളവുകൾ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീട്ടുവാടക ശമ്പള ഇനത്തിൽ ലഭിക്കാത്തവർക്ക് ടാക്സ് ഇളവ് 24,000 നിന്ന് 60,000 ആക്കി ഉയർത്തിയിട്ടുണ്ട്. 5 ലക്ഷം താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ടാക്സ് ചട്ടം 87A പ്രകാരമുള്ള നികുതി ഇളവ് 2,000 നിന്ന് 5,000 ആക്കി മാറ്റുകയും ചെയ്തു. ഇതുവഴി ഏകദേശം 2 കോടി നികുതി ദായകർക്ക് ഗുണകരമാകും എന്നാണ് അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ വായിച്ചത്. ചെറുകിട കമ്പനികൾക്ക് കോർപ്പറേറ്റ് നികുതിയിലും ഇളവ് വരുത്തിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച പോലെ പൊതുവായുള്ള കോർപ്പറേറ്റ് നികുതിയിൽ ഏതെങ്കിലും ഒരു കുറവ് ഇതുവരെ ഈ ബഡ്ജറ്റിൽ അരുൺ ജെയ്റ്റ്ലി വരുത്തിയിട്ടില്ല. BPL കുടുംബങ്ങൾക്ക് പാചകവാതക സബ്സിഡിക്ക് പ്രത്യേകം പദ്ധതി നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകാൻ ഏകദേശം 2,000 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. കാർഷിക മേഖലയ്ക്കാകട്ടെ കാർഷിക വായ്പ തന്നെ 9 ലക്ഷം കോടി രൂപ കൃഷിക്കാർക്കായി വായ്പ ഇനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ പ്ലാറ്റ്ഫോം അടക്കമുള്ളവ ആരംഭിക്കും. അടുത്ത അംബേദ്കർ ജയന്തി ദിനത്തിൽ തന്നെ ഇത് ആരംഭിക്കും, നിലവിൽ വരും എന്നാണ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. കാർഷിക ജലസേചന പദ്ധതികൾക്ക് 8,500 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ഗ്രാമീണ വൈദ്യുതീകരണത്തിന് 8,500 കോടി രൂപ തന്നെ വകയിരുത്തി. ഇതിൽ ഇക്കഴിഞ്ഞ 23-ാം തീയതി വരെ 5,542 ഗ്രാമങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചു എന്നാണ് ജെയ്റ്റ്ലി പറഞ്ഞത്. അടുത്ത 3 വർഷത്തിനകം, അതായത് 2018 മെയ്ക്കകം ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുകയും ചെയ്തു. മുഴുവൻ കാർഷിക മേഖലയ്ക്കായി ഇതുവരെ 30,984 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 38,500 കോടി രൂപയും പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ സ്വച്ഛ് ഭാരത്, അതായത് മോഡി പദ്ധതികളായ സ്വച്ഛ് ഭാരതിനൊക്കെ 9,000 കോടി രൂപയാണ് വകയിരുത്തിയത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് 500 കോടി രൂപ വകയിരുത്തി. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിന് 76 കോടി രൂപയും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിലൂടെ ഇതുവരെ 76 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകി. 1,500 പുതിയ കേന്ദ്രങ്ങൾ രാജ്യത്തുടനീളം ആരംഭിക്കും എന്നാണ് പറഞ്ഞത്. മറ്റൊരു പ്രധാന പ്രഖ്യാപനമുണ്ടായത് ആധാർ സംബന്ധിച്ചാണ്. ആധാറിന് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുമെന്നാണ് ജെയ്റ്റ്ലി പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ആധാർ പദ്ധതി വന്നപ്പോൾ അതിനെ നഖശിതാന്തം എതിർത്ത മോഡി തന്നെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കാലത്ത് അതിന് നിയമപരിരക്ഷ നൽകുമെന്ന് ഈ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. റോഡ് വികസനത്തിന് മൊത്തം 97,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2,000 കിലോമീറ്റർ സംസ്ഥാന റോഡുകൾ നാഷണൽ ഹൈവേ ആയി കൺവെർട്ട് ചെയ്യുമെന്നും പറഞ്ഞു. സാഗർമാല പ്രോജക്റ്റിന് 8,000 കോടി രൂപയും വകയിരുത്തി. ഇപ്പോൾ ടാക്സ് ഏറ്റവും അവസാനമാണ് എക്സൈസ് ടാക്സുകൾ സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായത്. അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, വെള്ളി ഒഴികെയുള്ള ആഭരണങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്വർണം, ഡയമണ്ട് തുടങ്ങിയ ആഭരണങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വില വർദ്ധിക്കും. സിഗരറ്റിന് പതിവ് പോലെ 50% വർധനവ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാക്സ്. പുകയില ഉൽപ്പന്നങ്ങൾക്കാകട്ടെ 10% ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 15% വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമെന്ന് ഉറപ്പ്. പെട്രോൾ കാറുകൾക്ക് 2.5% സെസ് ഏർപ്പെടുത്തി. ഇതിനു പുറമെ 10 ലക്ഷത്തിൽ കൂടുതലുള്ള ആഡംബര വാഹനങ്ങളുടെ സെസ്സും 2% വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ വിലയും വർദ്ധിക്കും. അജിംഷാദ്. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് അവതരിപ്പിച്ചു. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് VS അച്യുതാനന്ദനും പിണറായിക്കും തടസ്സമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഉണ്ടാകാമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അത് ചർച്ച ചെയ്യാൻ പോവുകയാണുള്ളത്. ഈ നേതാക്കന്മാർക്ക് മത്സരിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള LDFന് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നവരുണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിലും മുൻകൂട്ടി ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് സ്ഥാനാർത്ഥിയെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഒരു ഇലക്ഷൻ നേരിട്ടിട്ടില്ല.
കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉടൻ അവസാനിക്കുമെന്ന് പി ജെ ജോസഫ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. എന്നാൽ പി ജോസഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് പി ജെ ജോസഫ് മറുപടി നൽകിയില്ല. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിന്റെ ലയന സമ്മേളനവും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. ആലപ്പുഴ നരസിംഹപുരം ഹാളിൽ നടന്ന ചടങ്ങിൽ പാർട്ടി ചെയർമാൻ സ്കറിയ തോമസ് ഉദ്ഘാടനം ചെയ്തു. കെ വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവടിയാർ ധർമ്മൻ, ഡോക്ടർ ഷാജി കടമല, താജുദ്ദീൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്തു. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തെലങ്കാന സൈബറാബാദ് സരൂർ നഗർ പോലീസാണ് കേസെടുത്തത്. അതേസമയം സീതാറാം യെച്ചൂരിക്കെതിരെ വീണ്ടും വധഭീഷണിയുണ്ടായി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, CPI നേതാവ് D രാജ, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത്. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ കനയ്യകുമാർ, ഉമർ ഖാലിദ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തെലുങ്കാനയിലെ സൈബറാബാദ് സരൂർ നഗർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ടെലിവിഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജനാർദ്ദന ഗൌഡ് എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. JNUവിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കൾക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതേസമയം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ വീണ്ടും വധഭീഷണിയുണ്ടായി. JNU വിദ്യാർത്ഥികളെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് അജ്ഞാത നമ്പറിൽ നിന്നും മൊബൈൽ സന്ദേശം ലഭിച്ചത്. പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. യെച്ചൂരിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും ശ്രമം നടക്കുന്നതായി സംശയമുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സീതാറാം യെച്ചൂരി നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർച്ചയായി വധഭീഷണി നേരിടേണ്ടി വരുന്ന കാര്യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് ML പ്രശ്നങ്ങളുണ്ടെന്ന് KM മാണി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് KM മാണി പറഞ്ഞത്? അജിംഷാദ്, കേരള കോൺഗ്രസിൽ നിലവിൽ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ കേരള കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു പറയുന്നത്. ഇത് പരിഹരിക്കാനുള്ള ഒരു മഹാമനസ്കത വേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞത് പ്രത്യേകം പരാമർശിച്ചു. കാരണം ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് എന്നിവർക്ക് നിയമസഭയിൽ എത്താൻ ഇവർ അർഹരായിട്ടുള്ളവരാണ്. ഇവർ ജനസമ്മതിയുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയായാൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, എന്നാൽ സീറ്റിന്റെ എണ്ണം കുറവാണ്. ഈ സാഹചര്യത്തിൽ സീറ്റുകൾ നൽകി സഹായിക്കാനുള്ള മനസ്സ് കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒപ്പം PC ജോസഫിന്റേത് അച്ചടക്ക ലംഘനം പരമായിട്ടുള്ള ഒരു നടപടിയാണ്. കാരണം അച്ചടക്ക ലംഘനമാണ് അദ്ദേഹം നടത്തിയതെന്നും അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെ KM മാണി പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ അച്ചടക്ക ലംഘനം ആര് നടത്തിയാലും അത് അനുവദിക്കില്ല എന്നും അസന്നിഗ്ധമായി KM മാണി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പാലായിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പ്രശാന്ത്, അതുപോലെ തന്നെ PJ ജോസഫിലെ നല്ലൊരു വിഭാഗവും മാണി വിഭാഗത്തിലെ തന്നെയും ചിലരും ചേർന്ന് പുറത്തേക്ക് UDFന് പുറത്തേക്ക് മറ്റൊരു പാർട്ടിയുമായി പോകുന്നു എന്ന വാർത്തകൾ സജീവമായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മാണിയിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മാണി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ്, PC ജോസഫ് എന്നിവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട ബാധ്യത കോൺഗ്രസിലേക്ക് തലചാരുന്ന രീതിയാണ്, അല്ലെങ്കിൽ പറച്ചിലാണ് മാണിയിൽ നിന്നും ഏറ്റവും പുതിയതായി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വലിയൊരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് KM മാണി തിരിച്ചറിയുന്നു. അതിന്റെ പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകൾ കൂടി പ്രകടമായിരിക്കുന്നത്. കാരണം ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആന്റണി രാജുവിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ ഒരു പ്രമുഖരായിട്ടൊരു വിഭാഗം ഈ KM മാണി വിഭാഗത്തിൽ നിന്ന് വിട്ട് മറ്റൊരു കേരള കോൺഗ്രസിന് രൂപം കൊടുത്താൽ അത് പാർട്ടിക്ക് വലിയൊരു ക്ഷീണം ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആന്റണി രാജു ആയാലും ഫ്രാൻസിസ് ജോർജ് ആയാലും അവർ നിയമസഭയിൽ എത്താൻ കഴിവുള്ള നേതാക്കന്മാരാണ് എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു നീട്ടിയുള്ള ഒരു പ്രസ്താവന, അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന, അത് യഥാർത്ഥത്തിൽ ഇവരെ മയപ്പെടുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു മുന്നൊരുക്കമായിട്ട് വേണം അതിനെ കാണാൻ. ഒപ്പം PJ ജോസഫുമായി നല്ല ബന്ധമാണെന്നും യാതൊരു തരത്തിൽ അദ്ദേഹവുമായി അകൽച്ചയില്ല എന്നും
ചില മാധ്യമ വാർത്തകളാണ് അകൽച്ച ഉണ്ടാക്കുന്നതെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടെന്നും തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം പാർട്ടിക്കുள் ഉണ്ടാകാൻ പോകുന്ന വലിയൊരു കൊഴിഞ്ഞുപോക്കിനെ, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് കേരള കോൺഗ്രസ് എമ്മിനകത്തുണ്ടാകുന്ന കൊഴിഞ്ഞുപോക്കിനെ മാണി വിഭാഗം നന്നായി ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് കോൺഗ്രസ് കാരണമാണ് ഈ പാർട്ടിക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നത്, എല്ലാം കോൺഗ്രസിന്റെ തലയിലേക്ക്, ബാർക്കോഴ അടക്കം കോൺഗ്രസിന്റെ തലയിലേക്ക്, അത്തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. തീർച്ചയായും വ്യക്തമാണ്. മാണി കോൺഗ്രസിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഭിന്നതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള സ്ഥിരീകരണം കൂടി മാണിയിൽ നിന്നുണ്ടായിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കെ എം മാണി പറഞ്ഞു. കോട്ടയത്താണ് കെ എം മാണി പ്രതികരിച്ചതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ടി പി പ്രശാന്ത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും നൽകിയതായി ആരോപണം. നഴ്സുമാരുടെ നിലവിലുള്ള പ്രൊമോഷൻ ലിസ്റ്റ് അട്ടിമറിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർ ഇഷ്ടക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റം നൽകിയതായും പരാതിയുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഗ്രേഡ് 1, ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സുമാരുടെ പ്രൊമോഷൻ സ്ഥലമാറ്റ ലിസ്റ്റാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അട്ടിമറിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സുമാരുടെ പ്രൊമോഷൻ ലിസ്റ്റിലെ 2301 മുതലുള്ള പേരുകളിൽ അധികൃതർ കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു. 2301 മുതലുള്ളവർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും നൽകാതെ 2390 മുതലുള്ളവരിൽ നിന്ന് ചിലർക്ക് മാത്രമാണ് സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 19 പേർക്ക് സ്ഥലമാറ്റവും പ്രൊമോഷനും നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ശനിയാഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തിടുക്കത്തിൽ പുറത്തിറക്കിയതെന്നും ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ച 19 പേർ തുടർച്ചയായുള്ള നമ്പറുകളിലല്ല പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതും വ്യക്തമാകുന്നു. അതായത് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയും രാഷ്ട്രീയ സ്വാധീനവും പണവും നൽകിയവരെയും മാത്രം തെരഞ്ഞുപിടിച്ച സ്ഥലമാറ്റം നൽകുകയായിരുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹി സുബ്രഹ്മണ്യം, സീനിയോറിറ്റിയോ മറ്റു മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. റാങ്ക് നമ്പർ 2300 മുതൽ റാങ്ക് നമ്പർ 2625 വരെയുള്ളവരിൽ 19 പേരെ തെരഞ്ഞുപിടിച്ച് പ്രൊമോഷൻ നടത്തിയിരിക്കുന്നു. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലുള്ളവർക്കാണ് പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളത്. അതേസമയം മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള 270 പേരുടെ സ്ഥലമാറ്റ ഉത്തരവ് നേരത്തെ അധികൃതർ റദ്ദാക്കിയതായും KGNA ഭാരവാഹി വ്യക്തമാക്കുന്നു. എന്നാൽ അർഹർക്ക് സ്ഥലമാറ്റം നൽകാതെയുള്ള ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ മലപ്പുറം തിരൂരിൽ തുടക്കമാകും. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സെമിനാറുകൾ, കലാമത്സരങ്ങൾ, സാഹിത്യ സംവാദങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നാദാപുരത്തെ സഖാവ് ഷിബിൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും ഗുരുവായൂർ സത്യാഗ്രഹ പന്തലിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും സഖാവ് സൈദാലിയുടെ ജന്മനാട്ടിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥയും സമ്മേളനത്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് TV രാജേഷ് MLA പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്താണ് 13ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. MP രാജേഷ് MP, A വിജയരാഘവൻ, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സെമിനാർ തിരൂർ ടൗൺ ഹാളിൽ MA ബേബി ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസം പ്രതിനിധി സമ്മേളനം. തുടർന്ന് നടക്കുന്ന മതനിരപേക്ഷ സെമിനാറും JNU ഐക്യദാർഢ്യവും MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച 1,00,000 പേർ പങ്കെടുക്കുന്ന യുവജന റാലിയും തിരൂരിൽ നടക്കും. വൈകിട്ട് പൊതുസമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. യൂസഫ് തരിഗാമി, അഭോയ് മുഖർജി തുടങ്ങിയവരും സമ്മേളനത്തിനെത്തും. മലപ്പുറത്തെ മതേതര യുവത്വത്തിന് പുതിയ രണവീര്യം പകർന്നാവും സമ്മേളനത്തിന് കൊടിയിറങ്ങുക. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 1000 പേർ അണിനിരന്ന കരാട്ടെ ഡെമോൺസ്ട്രേഷന് തലസ്ഥാനം വേദിയായി. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കരാട്ടെ പ്രദർശനം നടന്നത്. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ മാസ് കരാട്ട പെർഫോമൻസിന് വേദിയായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1000 പേരാണ് മാസ് കരാട്ടെ ഡെമോൺസ്ട്രേഷനിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ തന്നെ ഇതം പ്രഥമമായി നടന്ന ഇത്രയധികം പേരെ പങ്കെടുപ്പിച്ചുള്ള കരാട്ടെ മാസ് ഡെമോൺസ്ട്രേഷന് പിന്നിൽ ലോക റെക്കോർഡിലേക്ക് എത്തുക എന്ന ലക്ഷ്യവുമുണ്ട്. മാസ് ഡെമോൺസ്ട്രേഷന് കരാട്ടെ ഇൻസ്ട്രക്ടർ വിനോദ് കുമാർ നേതൃത്വം നൽകി.
വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000 പേരും പരിശീലകരും അണിനിരുന്ന ഡെമോൺസ്ട്രേഷൻ കാണാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ തുടങ്ങി CPMലെ നിരവധി പ്രമുഖ നേതാക്കൾ എത്തിയിരുന്നു. മാസ് ഡെമോൺസ്ട്രേഷന് ശേഷം വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുടെ പ്രകടനങ്ങളും അരങ്ങേറി. കോഴിക്കോട് ടീമിന്റെ അക്രോബാറ്റിക് പ്രകടനം കാണികൾക്ക് അത്ഭുത കാഴ്ച സമ്മാനിച്ചു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരായി പ്രതിരോധം സൃഷ്ടിക്കാനും ആരോഗ്യമുള്ള ജനതയെയും ആരോഗ്യമുള്ള മനസ്സിനെയും സൃഷ്ടിച്ചെടുക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബംഗളൂരുവിലെ കൈരളി കലാസമിതിയുടെയും ജ്വാല കൾച്ചറൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ONVക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്ത്രീകൾ വേദപുസ്തകം പോലെ വായിച്ചിരിക്കേണ്ട ONVയുടെ കവിതയാണ് സ്വയംവരമെന്നും പെൺപക്ഷത്തു നിന്നുള്ള ഇത്രയും ഉജ്ജ്വലമായ കവിത മലയാളത്തിൽ അപൂർവമാണെന്നും ഏഴാച്ചേരി പറഞ്ഞു. സുധാകരൻ രാമന്തളി, TM ശ്രീധരൻ, സുധീഷ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സോളാർ കമ്മീഷനെ വിമർശിച്ച UDF കൺവീനർ PP തങ്കച്ചനോട് മാർച്ച് 9-നകം വിശദീകരണം നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള തങ്കച്ചന്റെ പരാമർശത്തെ തുടർന്നാണ് തങ്കച്ചന് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നത്. അതേസമയം കമ്മീഷൻ മുമ്പാകെ KPCC ജനറൽ സെക്രട്ടറി T സിദ്ദിഖ് ഇന്ന് ഹാജരായില്ല. കണ്ണൂർ വിമാനത്താവള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഹാജരാകാതിരുന്നതെന്ന് വിശദീകരണം. മാർച്ച് 9-ന് ഹാജരാകാമെന്ന് സിദ്ദിഖിന് വേണ്ടി അഭിഭാഷകൻ കമ്മീഷനെ അറിയിച്ചു. 88ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരങ്ങൾ തൂത്തുവാരി മാഡ് മാക്സ് ഫ്യൂറി റോഡ്. മാഡ് മാക്സ് 6 പുരസ്കാരങ്ങളാണ് നേടിയത്. സ്പോട്ട്ലൈറ്റാണ് മികച്ച ചിത്രം. ദി റവൻഡലിലൂടെ ലിയാനോ ഡികാപ്രിയോയ്ക്ക് മികച്ച നടനുള്ള ആദ്യ ഓസ്കാർ സ്വന്തമായി. ഇന്ത്യൻ വംശജൻ ആസിഫ് കബാഡിയ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. റബ്ബർ വിലയിടിവും കർഷകരുടെ ദുരിത ജീവിതവും പ്രതിഫലിച്ച് അരുവിക്കര നിയമസഭാ മണ്ഡലം. ഗതാഗത സൗകര്യക്കുറവും വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളും മണ്ഡലത്തിൽ പ്രചാരണ വിഷയം. KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കി UDF മുമ്പോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രതിപക്ഷവും സജീവമെന്ന് റിപ്പോർട്ട്.